ചാണ്ടി ഉമ്മനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കവുമായി ഉമ്മൻചാണ്ടി പക്ഷം. എതിർപ്പുമായി എ ഗ്രൂപ്പ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മറ്റ് ഗ്രൂപ്പ് നേതാക്കളും. എ ഗ്രൂപ്പിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിൽ വലിയ സ്വാധീനമില്ലാത്ത അവസ്ഥയിലാണ് എ ഗ്രൂപ്പ് അഥവാ ഉമ്മൻചാണ്ടി പക്ഷം. സീനിയർ നേതാവ് KC ജോസഫാണ് നിലവിൽ ഉമ്മൻചാണ്ടി പക്ഷത്തെ നയിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്ന MLA-മാരിൽ പലരും ഇപ്പോൾ VD സതീശന്റെ പക്ഷത്താണ്. അവസരം ഒത്തുവന്നാൽ അടുത്ത തവണ ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള കരുക്കളാണ് സതീശൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതു വിധേനയും അത് തടയുവാനും തങ്ങളുടെ കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം ആരും തട്ടിയെടുക്കാതെ നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ എ ഗ്രൂപ്പും ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവ MLA-യും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മനെ ഉയർത്തിക്കാട്ടി ഇലക്ഷൻ നേരിടണമെന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത്. KC ജോസഫിന്റെ നേതൃത്വത്തിൽ പഴയ എ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചുവെങ്കിലും യോഗം ചേർത്തെങ്കിലും ഏകദേശം 4 നേതാക്കൾ മാത്രമാണ് യോഗത്തിലെത്തിയത്. KC ജോസഫ്, ബെന്നി ബെഹന്നാൻ, PC വിഷ്ണുനാഥ്, ഡീൻ കുര്യാക്കോസ് എന്നിവർ മാത്രമാണ് കഴിഞ്ഞ യോഗത്തിലെത്തിയത്. ഇതേ തുടർന്ന് വീണ്ടും യോഗം വിളിച്ചിരിക്കുകയാണ്. 14 MLA-മാരും 9 MP-മാരുമാണ് എ ഗ്രൂപ്പ് നോമിനികളായി ഉള്ളത്. ഇതിൽ ആരെല്ലാം എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിൽക്കുമ്പോൾ തന്നെ ചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. യുവാക്കൾ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ കേരളത്തിൽ നല്ല നേട്ടം ഉണ്ടാക്കാനാകുമെന്നാണ് ഉമ്മൻചാണ്ടി പക്ഷം അവകാശപ്പെടുന്നത്. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, VM സുധീരൻ തുടങ്ങിയ നേതാക്കൾ ഈ നീക്കത്തിന് എതിരാണ്. ഐ ഗ്രൂപ്പിനും മറ്റ് വിവിധ ഗ്രൂപ്പുകൾക്കുമൊപ്പം എ ഗ്രൂപ്പിലെ ചാണ്ടി ഉമ്മൻ വിരുദ്ധർ കൂടി ഒത്തുചേർന്നാൽ ചാണ്ടി ഉമ്മന്റെ മുഖ്യമന്ത്രി പദമെന്ന സ്വപ്നമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. എന്തായാലും ഡിസംബർ മാസത്തോടെ ചാണ്ടി ഉമ്മൻ എ ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.